പ്രിയമുള്ളവരെ, പാവറട്ടിയിൽ നിന്നും തറവാടിന്റെ ഭാഗമാണ് ഇതിപ്പോ മ്യൂസിയമായിട്ട് പാവറട്ടി മാറ്റിയിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ആ അറ്റത്തുള്ളതാണ് പള്ളി. ഞങ്ങൾ ഇന്ന് ദിവ്യബലി, ഇന്ന് ഞായറാഴ്ചയാണ്, ദിവ്യബലി കാണുന്നതാണ്. ആ സ്റ്റാറൊക്കെ ഇട്ടുള്ള പള്ളിയാണ്, അതാണ്, അവിടെയാണ് ഞങ്ങൾ ഇന്നത്തെ ദിവ്യബലി കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ചെറിയ ഒരിതാണ്. അതിൻ്റെ അപ്പുറത്ത് അവരുടെ തറവാട്ടമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു സ്റ്റാച്യൂസാണ്. ഇതാ നമ്മളുടെ ക്രിസ്മസ് പുൽക്കൂടിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണത്. ഇതാണ് മ്യൂസിയം. മ്യൂസിയത്തിലേക്ക് ഞങ്ങളുടെ ആളുകൾ കയറുന്നു. ദേവസായം പിള്ള തറവാടിൻ്റെ ഒരു ചുമർ ഭാഗമാണ് ആ ഭാഗത്ത് കാണുന്നത്. കുടുംബ തറവാടാണ്, അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെയാണ്. ഇത് ഇപ്പോൾ അത് ഒരു മ്യൂസിയമായി, ചരിത്ര മ്യൂസിയമായിട്ട് മാറ്റിയേക്കാണ്. ഇതൊക്കെ ദേവസായം പിള്ളയുടെ പല ഭാഗങ്ങളാണ് നമ്മളിത് കാണുന്നത് മുഴുവൻ. ദേവസായം പിള്ള അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. ഇതൊക്കെ അന്നത്തെ കാലത്തെ അവരുടെ തറവാട്ടിൽ ഉപയോഗിച്ചിരുന്ന ചിരവ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ അതിൽപ്പെട്ട സാധനങ്ങളാണ്. ഈ ഭാഗത്തും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. പൊട്ടുകുറ്റി, പാത്രങ്ങൾ, ചിമ്മിണി വിളക്കുകൾ ഒക്കെ ഇവിടെ കാണാം. അന്നത്തെ കാലത്ത് അവർ തറവാട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. അതിന് മുകളിൽ വടി സാധനം, വാള് സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. താളിയോലകൾ കൂടി ഉണ്ട്. ദേവസായം പിള്ളനെ വിചാരണയ്ക്കായി കൊണ്ടുപോകുന്ന ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ വിവിധ കാര്യങ്ങളാണ്. ഇത് ദേവസായം പിള്ളയുടെ അന്ന് ഉപയോഗിച്ചിരുന്ന കിണറാണിത്. വളരെ അടിയിലാണ് വെള്ളമുള്ളത്. ദേവസായം പിള്ളയുടെ നമുക്ക് പ്രാർത്ഥിക്കാനൊരു സ്ഥലമാണിത്. നമ്മുടെ അപേക്ഷകളൊക്കെ സമർപ്പിക്കാനുള്ള സ്ഥലമാണിത്. ദേവസായം പിള്ളയുടെ പഴയ തറവാടിനോടനുബന്ധിച്ചുള്ള ഒരു കാവിൻ്റെ രൂപമാണ്. അതിപ്പോഴും തനിമ പോകാതെ തന്നെ നിർത്തിയിട്ടുണ്ട്. അന്നത്തെ മരമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും കാണാം. Coming year will be a healthy and pleasant, long life for you. I wish you all the best. So, my dear brothers and sisters, now we pray each other and we pray for ourselves. In both ways, we are giving, offering this mass for you all. ദേവിയെ വലിയ തങ്ങളുടെ ദേവിയെ കടലായി നമ്മുടെ ഇടവേളകൾക്കാണ് കുട്ടികളുടെക്കാണ് വനമൃതവും கடமைகள் தவறுதலாலும் பாவங்கள் பல செய்து என் பாவமே பெரும் பாவமே ஆகையால் எல்லாம் நம்மை இலக்கம் வைத்து நம் விலகிழக்க குற்றத்துறைகள் அனைத்து மன்னித்து முடிவுள்ள പ്രഭാഷണ പുസ്തകങ്ങളുടെ വായന 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ
ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുകയും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുകയും കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുകയും കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് പ്രത്യാശമായിട്ട്, കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിതൃപ്തനായത്, അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്. കർത്താവ് ആർദ്രതയും കാരണവാനുമാണ്. അവിടുന്ന് പാപം ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷിക്കുകയും ചെയ്യുന്നു. വീര്യത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കാപ്പറ്റെ ജീവിതം നയിക്കുന്ന പാവികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം എന്തെന്നാൽ സ്നേഹപ്പെട്ട അൻപ് നാം എല്ലാ നിലയിലും അനുഭവിച്ചു കൊണ്ടുപോയ ഒരുവർക്കായി നാം പ്രാർത്ഥിക്കാം. Dear brothers and sisters, so I wish you a very, very happy morning to everyone. So I wish you a very happy and blessed day today, and a safe and happy journey. Whatever all the illustrations, that the God will give you with grace and kindness. That the God bless you more and more everything. So really I am very privileged to have you in the living house of our beloved Saint. This is the house became the church where Saint Devasahayam and his wife both they lived together. So this is his house. That is the birthplace. The museum is the birthplace. This is the living place of our beloved Saint. So that became the church, and that is the tent. That is the really place of Devasahayam, where he got the letter from the king that he is going to be arrested. When he was praying, he was so many people coming, but we never invited anybody to collect something. But today I want to say that he has started the whole materials selling place, and there is a toilet. Even we don't have toilet facilities, so we started it. Also, we are going to have the breastfeeding room, small snacks center for a cup of coffee and tea or cool drinks, anything for the basic needs. Also to change the dress and everything, a small hall for everyone. There is a counseling center, there is a library, and there is a rector office. So everything we are going to, this is a jubilee year. December 30th, we are going to start the jubilee year of this time. That small chapel was built before 15 years. That we are going to, that is the first church in the name of Devasahayam started in Natal, the first church in the world. So we are going to have a huge and very meaningful celebration with to the basic. We want to do the basic amenities for the faithful and the pilgrims those who are coming from elsewhere. This is what my intention, and every day I pray our Lord saying, let anyone come and help for this particular special event of this time, especially for the basic needs. Okay, let us pray each other. നമ്മളിപ്പോൾ ആയിരിക്കുക മികാൽ മാലാഖയുടെ പള്ളിയിലാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ വഴിക്ക് പോകുമ്പോഴാണ്
ദേവസായം പിള്ളേനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ദാഹിച്ചപ്പോൾ വെള്ളം കൊടുക്കാൻ ഇല്ലാതെ വന്നപ്പോൾ അയാൾ കൈകൊണ്ട് ഒരു പാറപ്പുറത്ത് ഇടിക്കുകയും ആ പാറയിൽ നിന്ന് അരുവി പുറപ്പെടുകയും ചെയ്തു. ആ അരുവിയിൽ നിന്ന് നമുക്കിപ്പോൾ ജലം കൊണ്ടുപോകാം. അരുവി ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുട്ടിടിച്ചാമ്പാറ എന്നുള്ള ആ സ്ഥലമാണിത്. ഇത് മിഖാൽ മാലാഖയുടെ നാമധേയത്തിലുള്ള അത്ഭുത പ്രവർത്തകനായ മിഖാൽ മാലാഖയുടെ നാമധേയത്തിലുള്ള പള്ളിയാണ് ഇത്. ഈ പള്ളിയുടെ ഇതാണ് മുട്ടിടിച്ചാമ്പാറ എന്ന സ്ഥലം. ഇവിടെയാണ് ദേവസായം പിള്ള കൈകൊണ്ട് മുട്ടിടിച്ച് അവിടെ നിന്ന് ജലം വരുത്തിയത്. ആ പള്ളിയിലേക്ക് ആ തീർത്ഥജലത്വം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുക. ഇവിടെയാണ് ആ മുട്ടിടിച്ചാമ്പാറ കൈകൊണ്ട് മുട്ടിടിച്ചപ്പോൾ അവിടെ നിന്ന് ജലം പുറപ്പെടുന്ന ആ സ്ഥലം. ഈ പാറ ഇതാണ് മുട്ടിടിച്ചാമ്പാറ എന്ന സ്ഥലം. ഇവിടെ നിന്നുള്ള ആ കുളത്തിൽ നിന്നാണ് ഇതാണ് ഇതാണ് മൈക്കിൾ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം. ഈ കൊടിമരം നിൽക്കുന്നത് ഇത് പഴയ പള്ളിയാണ്. ഇതാണ് പുതിയ പള്ളി. ഓക്കെ, മിഖാൽ മാലാഖയുടെ നാമധേയത്തിലുള്ള പള്ളിയുടെ ഉൾഭാഗമാണ്. ഇവിടെ ആണ് മുട്ടിടിച്ചാമ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മിഖാൽ മാലാഖയുടെ പഴയ പള്ളിയുടെ ഉൾഭാഗമാണ്. ഇത്രയുള്ള പള്ളി വളരെ ചെറിയ ഒരു പള്ളിയായിരുന്നു. പഴയ പള്ളിയിലേക്ക് ഉള്ളിലേക്ക് കിടക്കുന്ന ഒരു ഭാഗമാണിത്. ഞങ്ങളോട് ക്ഷമിക്കണമേ, ഉൾപ്പെടുത്തരുത്. രാജാവൂർ സെൻറ്റ് മൈക്കിൾ പള്ളിയാണ്. ഇവിടെ ജപമാലകൾ ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിച്ചാലേ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന മിഖാൽ മാലാഖയുടെ പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഫ്രാൻസിസ് സേവിയർ ദിവ്യബലി അർപ്പിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ദിവ്യബലി അർപ്പിച്ചിരുന്ന അൾത്താരയാണ് നമ്മൾ താഴെ കാണുന്നത്. ഇത് കോട്ടൂർ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിലത്തെ പഴയ അൾത്താരയാണ് താഴെ കാണുന്നത്. ത്രിത്യേക ദൈവത്തിൻ്റെ പേരിലുള്ള ദേവാലയമാണ്. അതാണ് മാതാവിന് ഇവിടെ പ്രതിഷ്ഠ. ഈ ബലിപീഠത്തിലാണ് ഫ്രാൻസിസ് സേവിയർ 1623 ബലിയർപ്പിച്ച ദേവാലയം. ഈ ബലിയർപ്പിച്ച ഈ ബലിപീഠം അന്നത്തെ ബലിപീഠം ഇവിടെ നിന്നിട്ടാണ് ബലിയർപ്പിച്ചത്. അവിടെ ആ ബലിപീഠം ഒരു കേടും കൂടാതെ ഇന്നും സംരക്ഷിക്കുന്നു. പുതിയ പള്ളി പണിതപ്പോൾ ആ ബലിപീഠം ഇതിൻ്റെ ഉള്ളിലാക്കി അവർ വീണ്ടും വേറെ പുതിയ പള്ളി പണിതു. ആ ബലിപീഠം ആ കുരിശി വെച്ചിരുന്നിടത്താണ് ഗ്ലാസും ഗിലാസും വെച്ച് ബലിയർപ്പിച്ചിരുന്നത്. സെയിം ബലിപീഠം, ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ തന്നെ നിലനിർത്തി. നമ്മുടെ മുൻപൊക്കെ 10-16 കൊല്ലം മുമ്പ് വരുമ്പോൾ ആ വഴി കൂടെ ഇറങ്ങി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. അത് പിന്നീട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാ നാമത്തിൽ ആമേൻ. സ്ഥിരീകരിക്കട്ടെ. എല്ലാവരും വേഗം പോരെ. സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തീഡ്രൽ കോട്ടൂർ, അവിടെയാണ് ഇപ്പോൾ നമ്മളായിരിക്കുക. ഇതാണ് കോട്ടൂർ ദേവാലയം. ഇവിടെ ഫ്രാൻസിസ് സേവിയർ ഒരു വർഷത്തോളം ദിവ്യബലി അർപ്പിച്ച അൾത്താരയാണ് നമ്മൾ നേരത്തെ പള്ളിക്കകത്ത് കണ്ടത്. ഇന്ത്യയിൽ തന്നെ ഫ്രാൻസിസ് സേവിയറിൻ്റെ നാമധേയത്തിലുള്ള ആദ്യത്തെ ദേവാലയമാണ്. ഇവിടെയാണ് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്നത്. കാറ്റാടിമലയിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ഭൗതിക ശരീരം മൃഗാദികൾ കൊത്തിത്തിന്നതിന് ശേഷം ബാക്കി കിട്ടിയ എല്ലാ വസ്തുക്കളും ഇവിടെ ഈ കോട്ടൂർ ഫ്രാൻസിസ് ദേവാലയത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട്. ആ ഖബറിടമാണ് നാം കണ്ടത്. പൂജാവശിഷ്ടങ്ങൾ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥന നീ എന്നും എത്തിക്കണം. ഈ എത്തിക്കല്ലേ നിന്റെ കുടുംബത്തിൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്ക് എത്തിക്കണം. മിഖായേൽ മാലാഖയുടെ നാമധേയത്തിലുള്ള ഒരു പള്ളിയാണ് ഇവിടെ. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുക. രാജാവൂര് മിഖായേൽ മാലാഖയുടെ പള്ളിയാണ്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ആയിരിക്കുക കാറ്റാടിമലയിലാണ്. ദേവസഹായം പിള്ളയെ വെടിവെച്ച് കൊന്ന ആ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിൻ്റെ അടിയിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ആ കരിങ്കല്ലുകൾ കൊത്തിവെച്ചുള്ള സ്ഥലത്താണ് ദേവസഹായം പിള്ളയെ വെടിവെച്ച് കൊന്ന സ്ഥലം. അവിടെ നിന്ന് തള്ളി താഴെയിട്ട സ്ഥലമാണ് അടിയിൽ കാണുന്നത്. ആ കുരിശും അവിടെ നിന്ന് പള്ളിയൊക്കെ കാണുന്നത് അവിടെയാണ്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് മണിയടിച്ചാമ്പാറ. ആ ഒരു ഈശോ അതിന് മുകളിൽ നിൽക്കുന്നു. അതിൻ്റെ അടിയിലാണ് ഈ മണ്ണിടിച്ചാമ്പാറയൊക്കെ ഉള്ളത്. അവിടേക്കൊക്കെ നമ്മൾ പോകും. ഇത് നമ്മളിപ്പോൾ അടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതാണ് ഇവിടുത്തെ പള്ളി. ഈ പള്ളിയാണ്, പള്ളിയുടെ ഗോപുരമാണ്, മണിമാളികയാണ് ഇത് കാണുന്നതൊക്കെ. ഒരുപാട് തീർത്ഥാടകർ വരുന്ന ദേവസഹായം പിള്ളയെ വെടിവെച്ച് കൊന്ന സ്ഥലത്താണ് നാം ഇപ്പോൾ ആയിരിക്കുക. നാം ദേവസഹായം പിള്ളയുടെ ജന്മസ്ഥലത്തേക്ക് പോയി, ആൾ വളർന്ന സ്ഥലത്തേക്ക് പോയി
ആളെ സംസ്കരിച്ച സ്ഥലത്ത് പോയി ആ ഭൗതിക ശരീരം അടക്കം ചെയ്ത ആ സ്ഥലത്തൊക്കെ പോയി നമ്മൾ അവസാനമാണ് ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ പള്ളി. കാറ്റാടിമല പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരുപാട് തീർത്ഥാടകർ വരുന്ന ആ പള്ളിയുടെ തിരുമുറ്റത്താണ് നാം ആയിരിക്കുക. നിറയെ മലകൾ ഇങ്ങനെ വിണ്ടു നിൽക്കുന്ന, എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന ധാരാളം കല്ലുകൾ ആ കുന്നിൻ്റെ മുകളിലുണ്ട്. വളരെയേറെ ഭാരമുള്ള കല്ലുകളായിട്ട് പോലും അതിതുവരെയും അവിടെ നിന്ന് ഒരുപാട് കാലമായിട്ടും അടർന്ന് വീഴാതെ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന ഒന്നുകൊണ്ട് മാത്രം ആണ് നിൽക്കുന്നത്. ഇതിൻ്റെ ചുറ്റുവട്ടമാണ്, ഈ പള്ളിയുടെ ചുറ്റുവട്ടമാണ് ഇവിടെയാണ് ദേവസായം പിള്ള വെടിയേറ്റ് മരിച്ച സ്ഥലം. ആ കുന്നിൻ്റെ താഴ്വരയിലാണ് നാം ഇപ്പോൾ ആയിരിക്കും. ഇതാണ് ആ കുന്ന്. ഇത് ഇവിടുത്തെ പള്ളിയാണ്. കാറ്റാടിമലയിലെ പള്ളിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. അതിൻ്റെ മുകളിൽ ദേവസായം പിള്ളയുടെ ഒരു സ്റ്റാച്ചു നിൽക്കുന്നുണ്ട്. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ദേവസായം പിള്ളയുടെ ചിത്രമാണ് ഇവിടെ. ഈ ഭാഗത്തൊക്കെ ഉള്ളത് പള്ളിയാണ്. ഇവിടെ ധാരാളം തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ദേവസായം പിള്ള വെടിവെച്ച സ്ഥലം, മണിയടിച്ചാമ്പാറ. അപ്പോൾ ദേവസായം പിള്ളയെ വെടിവെച്ച് കൊന്ന ആ സമയത്ത് ആ ഭീമാകാരമായൊരു പാറ അവിടെ നിന്ന് അടർന്ന് താഴെ വീണു. അത് വലിയ ഒരു മണിയൊച്ചയായി കേട്ടു. ആ പാറ നമുക്ക് പോകും. ആ പാറയിൽ നമ്മൾ കല്ലുകൊണ്ട് അടിക്കുമ്പോൾ ഒരു മണിയിന്മേൽ അടിക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ആ പാറയ്ക്ക് മണിയടിച്ചാമ്പാറ എന്ന് കേൾക്കുന്നത്. വേറെ ഒരുപാട് വലുതും ചെറുതുമായ ഒരുപാട് പാറകൾ ആ കുന്നിൻ മുകളിലുണ്ടെങ്കിലും ഈ മണിശബ്ദം ആ ഒരു പാറയിൽ നിന്ന് മാത്രം ആളുകളെ ദേവസായം പിള്ള മരിച്ച വിവരം അറിയിച്ച ആ ഒരു മണിയാണ് ആ സമയത്ത് കേട്ടത്. ആ പാറയിൽ ഇപ്പോഴും ആ മണി വെച്ച് നിൽക്കുന്നുണ്ട്. നമുക്കത് വഴിയെ കാണാം. താങ്ക് യു. കാറ്റാടിമല പള്ളിയുടെ ഉൾഭാഗമാണ്. പ്രധാന അൾത്താരയുടെ മുന്നിലാണ് നമ്മൾ. ഇവിടെയും ദേവസായം പിള്ളയുടെ മനോഹരമായ ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പുറത്തെ ദിവ്യകാരുണ്യം, അതിൻ്റെ ഇവിടെ വ്യാകുല മാതാവിൻ്റെ ഒരു മനോഹരമായിട്ട് ചിത്രവും ഇവിടെയുണ്ട്. മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന യേശു. അഞ്ച് വടിയുണ്ട്, 3 അടിയിൽ. ഇവിടെ വെച്ചാണ് ദേവസഹായം പിള്ളയെ പ്രാർത്ഥിച്ചത്. അവിടെ നിന്ന് മുട്ടൂത്തി അതിൻ്റെ താഴെ കാണുന്ന അവിടെ മുട്ടൂത്തി. നമ്മളിപ്പോൾ കാറ്റാടിമലയിൽ വന്നിരിക്കുകയാണ്. അരുവാൾ മൊഴിയിലെ കാറ്റാടിമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. താഴെ ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കാറ്റാടികൾ. ഇവിടെ കറണ്ടിനെ പ്രധാനമായും ആശ്രയിക്കുന്നത് ഇതാണ്. ചുറ്റുഭാഗം മലകളാണ്, ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, ഒരുപാട് ഹൈറ്റിലൊക്കെ മലനിരകളുണ്ട്. ഇവിടെ അത്ര ഇതാണ്, ഒരുപാട് പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. നിറയെ കാറ്റാടി, അതെ, കാറ്റാടി മരങ്ങൾ, കാറ്റാടി യന്ത്രങ്ങൾ ഇവിടെ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാലും ധാരാളം കാറ്റാടി യന്ത്രങ്ങൾ ഇവിടെ കാണാം. നമ്മളിപ്പോൾ ആയിരിക്കുക ദേവസായം പിള്ളയെ
വെടിവെച്ച് വന്ന സ്ഥലത്താണ്. ആദ്യത്തെ രക്തസാക്ഷിയായ ദേവസഹായം പിള്ള വെടിയേറ്റ് വീണ ആ രക്തമുള്ള ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മളെ കൈകൂട്ടി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയോടുള്ള തീക്ഷ്ണമായ സ്നേഹത്താൽ പ്രേരിതനായി സർവവും ത്യജിച്ച് വിവിധ പീഡനങ്ങൾക്കരായി അവസാനം ആറൽവായി കാറ്റാടി മലയിൽ വേദസാക്ഷിയായി കൊല്ലപ്പെട്ട അങ്ങയുടെ ശുശ്രൂഷകനായ ദേവസഹായം പിള്ളയെ ഭാരതസഭയ്ക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവനാഥ, അങ്ങയിലൂടെ ദൃഢമായ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് വാഴ്ത്തപ്പെട്ടവരുടെ വിശുദ്ധയുടെ ഗണത്തിലേക്ക് എത്തിച്ചേരുവാൻ ദേവസഹായം പിള്ളയെ ശക്തിപ്പെടുത്തി അങ്ങ് ആ വിശ്വാസ ചൈതന്യം ഞങ്ങളിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, വിശുദ്ധനായ ദേവസഹായം പിള്ളയെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദേവസഹായം പള്ളി വഴി ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്ന ഈ അപേക്ഷകൾ അങ്ങ് കേട്ടറിയണമേ. മൗനമായിട്ട് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ മുട്ടുകുത്തി എന്നാണ് ഐതിഹ്യം. ഇവിടെ മുട്ടുകുത്തി കയ്യിലുണ്ടായിരുന്ന വടി എന്താ കുത്തിപ്പിടിച്ചപ്പോൾ ആ രണ്ട് മുട്ടിൻ്റെ പാടുകളും ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ആൾ. അങ്ങനെയാണ് ഐതിഹ്യം. മുട്ടുവേദനയുള്ളവർ ഇവിടെ നിന്ന് മുട്ടുകുത്തി, അങ്ങോട്ട് കയറണ്ട, ഇവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മുട്ടുവേദന മാറിയതായിട്ട് ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, മുട്ടുവേദനയുള്ളവർ പ്രാർത്ഥിക്കുക. അതെ, നമ്മളെ വഴികാട്ടിയാണ്. പോകുമ്പോൾ കാശ് ചോദിക്കും. കാറ്റാടിമലയിൽ നിന്നുള്ള വിവിധ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഏറ്റവും മുകളിൽ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. താഴെ കാണുന്നതാണ് പള്ളി. അരുവാഴ്മൊഴിയിലെ പള്ളിയാണ് താഴെ കാണുന്ന ഗോപുരങ്ങൾ രണ്ടും കാണുന്നത്. ദേവസഹായം പിള്ളയെ വെടിവെച്ച കൊന്ന സ്ഥലത്ത് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുക. ഇവിടെ നിന്നുള്ള ഈ പാറയുടെ ഒരു കഷ്ണമാണ് താഴേക്ക് അടർന്നു വീണത്. അത് മണിയടിച്ചാൻ പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതന്നെ അല്ല, മണിയും അടിക്കുന്ന പോലെ തന്നെ. ഇതാണ് ഈ പീസ് കേട്ടാ, അവിടെ നടന്നു വീണതാണ്. അതെ, ഈ ഒരു പീസുമ്പോ ഇവിടെ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കിടന്നോട്ടെ. കൊട്ടാത്തൊരു കൊട്ടെ, കൊട്ടാത്തൊരു കൊട്ടെ. ഇത് ദേവസായം പിള്ളയുടെ മാമുദിസയുടെ ഭാഗമാണ്. ഇവിടെ ആ അടിയിലവിടെ വെച്ചിട്ടുള്ളതാണ് തലപ്പാവ്. തലപ്പാവ് നിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ജോൺ ബ്രിട്ടാസിന്റെ ജോൺ ബ്രിട്ടാസ്. മറ്റേ രൂപം എന്താ പറഞ്ഞത്? ഞാൻ പേര് പറഞ്ഞു.